എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പണത്തിനോട് ഒരു തരം പ്രത്യേക ആസക്തിയാണ് എല്ലാവർക്കും ഉള്ളത്. എത്ര പണം കിട്ടിയാലും തൃപ്തി വരാത്ത അവസ്ഥ. ഒരു ഭ്രാന്തൻ ആവേശമാണ് പണത്തിനോട്, വസ്തുവിനോട്, ബിസിനസ്സിനോട് മിക്കവാർക്കും. ഇതുപോലെ എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം മാറ്റി ദൈവവചനത്തിനോട് ആയിരിക്കണം നമ്മുടെ ആസക്തി. പണത്തിനോടുള്ള ആസക്തി മൂലം നാം നശിക്കുന്നു, ആത്മനഷ്ടം സംഭവിക്കുന്നു, അസ്വസ്ഥതകൾ കുന്നുകൂട്ടുന്നു, ജീവിതത്തിലുടനീളം പരാജയം ഏറ്റുവാങ്ങുന്നു. മദ്യാസക്തി, കാമാസക്തി, ധനാസക്തി, ഇങ്ങനെയുള്ള 1 യോഹന്നാൻ 2:15 എല്ലാ ആസക്തികളോടും വിട പറഞ്ഞ് ദൈവവചനത്തോട് ഒരു പ്രത്യേക ആവേശം നമുക്കുണ്ടായിരിക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വചനമായിരിക്കണം. കാറ്റും കോളും നിറഞ്ഞ കടലിൽ ഒരു കപ്പലിനെ ഒരു കപ്പിത്താൻ ശരിയായി നിയന്ത്രിക്കുമ്പോൾ അവൻ ഒരു നല്ല കപ്പിത്താനായി മാറുന്നു. അതുപോലെ NH റോഡിൽ കൂടി പോകുന്ന വണ്ടി തിരക്ക് പിടിച്ച ഈ NH റോഡിൽ കൂടി യാതൊരു അപകടവും കൂടാതെ വണ്ടിയെ നിയന്ത്രിച്ച് ലക്ഷ്യത്തിലെത്തിക്കുന്നവനെ നല്ല ഡ്രൈവർ എന്ന് പറയുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ടീമിൽ 11 പേരിൽ നന്നായി കളിക്കുന്നവനെ കളിക്കാരൻ എന്ന് പറയുന്നു. ടീമിൽ സ്ഥാനം പിടിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ കളിക്കാരനാവുന്നില്ല. ഇതുപോലെ ഒന്നിനും കുറവില്ലാതെ തിന്നുകുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ, സ്വാർത്ഥത നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിയെ നല്ല മനുഷ്യൻ എന്ന് എങ്ങനെ പറയും? ജീവിതമാകുന്ന കടലിനെ കാറും കോളും നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവനെ നല്ല മനുഷ്യൻ എന്ന് പറയാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഒരു വ്യക്തി ദുഷ്ടത കാണിക്കുമ്പോൾ അവൻ ദുഷ്ടതയാണ് കാണിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ക്യാൻസർ പടർന്നു പിടിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ല. ഇവർ വചനത്തെ വളച്ചൊടിക്കും. നീതീകരണവും ന്യായീകരണവും ഇവരുടെ മുതൽക്കൂട്ടാണ്. ബുദ്ധിയുടെയും യുക്തിയുടെയും തലം ഇവരുടെ സന്തത സഹചാരിയാണ്. ഇവരുടെ മനസ്സിന്റെ ക്യാൻസറിന്റെ ആഴം കണ്ട് നമുക്ക് ഇവരോട് നിസ്സഹായത തോന്നണം. ഈ ക്യാൻസറിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ കൂട്ടുകാരനെ മോചിപ്പിക്കണം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി
കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണണം എന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണണം എന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ പാട്ട് കൊച്ചു ഉപദേശി ഒരു വിശുദ്ധനെ പോലെ അദ്ദേഹം പാടിയ പാട്ടാണ്. മരിച്ചിട്ട് എത്ര വർഷമായെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു വിശുദ്ധനെ പോലെയുള്ള കൊച്ചു ഉപദേശി, അതാണ് പേര്. പണ്ടത്തെ ആൾക്കാർക്കും കാരണന്മാർക്കൊക്കെ ഇദ്ദേഹത്തെ ഈ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പ്രായമായിട്ടുണ്ടാവും. എല്ലാവർക്കും പണ്ടത്തെ കാരണന്മാർക്കെല്ലാം ഇദ്ദേഹത്തെ അറിയാം. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഇതും കൂടാതെ വേറെയും പാട്ടുകളുണ്ട്. എല്ലാം വളരെ അർത്ഥമുള്ള പാട്ടുകളാണ്. എനിക്ക് പാടാനായാലും കേൾക്കാനായാലും വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.